ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ പരമാവധി എന്ന കവിതാ ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ആംനായ സുന്ദരികൾ വാരിയെടുക്കുവാനായി കൈനീട്ടിയോടി അരികത്തണയുമ്പോഴേക്കും മന്ദസ്മിതാംശുവിലലിഞ്ഞുടൽ നേർത്തിടുന്ന സൗന്ദര്യബോധ പരമാവധിയെ തൊഴുന്നേ. ആലിൻ മണിത്തറയിൽ നീലനിറത്തിലുണ്ണിക്കാലിൽ ചിലമ്പുകൾ ധരിച്ചണി കുന്തളത്തിൽ പീനിക്കുനുന്തു തിരുകി സ്മിതസുന്ദരാസ്യം തോളിൽ കുനിച്ചു കുഴലൂതിയവൻ സഹായം. ശ്രീലത്വമാർന്ന ഭഗവാന്റെ പിണച്ച തൃക്കാൽ മൂലത്തിൽ നിന്നു വനരാജിയിലങ്ങുമിങ്ങും ചേലഞ്ചുമാറു നിഴലിച്ച പരാഗരാഗം ലേലം വിളിച്ച ചില ധന്യകളെ തൊഴുന്നേ. തൃക്കാലിൽ നിന്നു നിഴലിച്ച തുടുപ്പു തൊട്ടിട്ട കൈകൾ കൊണ്ടൊരു പദാർത്ഥമെടുത്തുവെങ്കിൽ ചിക്കെന്നതും മധുരമായിടുമാർ അതിസ്വാദി കൊച്ചു ബാലകനിലെങ്ങനെ വന്നു ചേർന്നു. നെഞ്ചേ നിനക്കു ഗതി ധന്യ യശോദ തന്റെ ചഞ്ചൽ കരങ്ങളിലിരുന്നു സദാസമോദം ചാഞ്ചാടിയാടി നറുപുഞ്ചിരി മെയ്യിലാടി കൊഞ്ചിക്കുഴഞ്ഞു മറിയുന്ന കിടാവു മാത്രം. പങ്കത്തിൽ മുങ്ങിയൊഴുകാലെ യശോദ തന്റെ അംഗത്തിലേക്കു ധൃതിയോടു കുതിച്ചു കേറാൻ തങ്കച്ചിലങ്കകൾ കിലുക്കി വരുന്ന കൊച്ചു തങ്കം കളങ്കമിയലാത്ത സുഖം തരട്ടെ. കണ്ണന്റെ പൊന്നുടലിൽ നീയണിയിച്ച കല്ലു കാണാഞ്ഞു കേണിടുവതെന്തിനു ഹേ യശോദേ. വൈലത്തു വച്ച പുതുവെണ്ണ കണക്കതെല്ലാം വേണുസ്വനത്തിലുരുകി സുതനോടു ചേർന്നു.
കംസന്റെ അജ്ജയിലിൽ വന്നു ജനിച്ചവന്റെ, നന്ദന്റെ രക്ഷയിലൊളിച്ചു വളർന്നവന്റെ, വേടന്റെ അമ്പടിയിലേറ്റു മരിച്ചവന്റെ മാത്രം പല കഥകൾ കൊണ്ടു നിറഞ്ഞു ലോകം. ക്ഷാരാംബുരാശിയൊരു മാമുനിയാചമിച്ചു, സംസാര സിന്ധു ഒരു കാലടിയാചമിച്ചു, സച്ചിൽ പയോധിയൊരു യാദവിയാചമിച്ചു, കണ്ടില്ലൊരാളെ മമമാൽക്കടലാചമിക്കാൻ. ഏതാണു കർണമലിയും സ്വരമൊന്നു കേട്ടാലേതാണു കണ്ണിറയും അത്ഭുതമൊന്നു കണ്ടാൽ, ഒക്കത്തു കേറുമൊരു ശൈശവമൊന്നു തൊട്ടാലി ക്ലിപ്പെടുത്തുമൊരു സൗഹൃദമൊന്നു പൂണ്ടാൽ, പൂഞ്ചേലവായുവിലുലഞ്ഞു മനോജ്ഞഹാസ പൊഞ്ചേലിലാനനമലിഞ്ഞു നനഞ്ഞു നേത്രം, തേൻജോരിവായ് മലരിൽ വേണുവണച്ചു മെല്ലെ തഞ്ചാരുഗീതമളിവർണ്ണനൊഴുക്കിടുന്നു. പോകട്ടെയെന്നു ഹരിരാധികയോടു യാത്ര ചോദിച്ച നേരം, അവളുത്തരമേകുവാനായി ഭാവിച്ചു, വാക്കു പുറമയ്ക്കു വരാതെ കണ്ഠേ സ്തംഭിച്ചു ചാർത്തിയ പളുങ്കുകൾ കാത്തിടട്ടെ. ഓർത്തോർത്തു തൻ പ്രിയനെ രാധയിടയ്ക്കു കണ്ണുനീർ വാർത്തിടുന്നതു, തദീയ കരത്തിൽ മേവി സ്വാദോർത്തുകൊണ്ടു നുകരുന്നൊരു തത്തയായി തീർന്നെന്നാർത്തി ഞാനിനി അകറ്റുമടുത്ത ജന്മം. ഈയുള്ളവന്റെ ദുരിതം കളയുന്നു ഗോപത്തയ്യായി പിറന്ന ഭഗവാനനുരാഗപൂർവം, കയ്യാൽ തൊടുമ്പൊഴുതു രാധിക തൻ മനോജ്ഞമെയിൽ പൊടിച്ചു വളരും പുളകാങ്കുരങ്ങൾ. കാളിന്തിയിൽ കുനുകുനെപ്പുളിനത്തിലേതു കാലിന്റെ ചോടുകൾ കുറിച്ച കുറിപ്പു നോക്കി, വേദാന്തവാണിയിലെഴും പിഴയപ്പോഴപ്പോൾ തീർക്കുന്നിതപ്പഴയ മേൽവരിയാശ്രയം മേ. ശ്രീരാധയാം പുതുനിലാത്തിരിയിങ്കൽ നിന്നും ആലോകമാം ചെറിയ തീപ്പൊരി വീണ നേരം, പെട്ടെന്നു കത്തിയൊരു പുഞ്ചിരിയായി വിരിഞ്ഞ പൂക്കുറ്റി മഞ്ഞിനു മഹോത്സവമേകിടട്ടെ. വേട്ടിയിടുവാനയനിയൂണു കഴിഞ്ഞു വേഷം കെട്ടിത്തുടങ്ങി, ദമഘോഷജനപ്പൊഴയ്ക്കും പെട്ടൊന്നൊരാളവിടെ രുക്മിണിയെ തരത്തിൽ കട്ടോടുവാനപകടത്തിനു ചാടി വീണു. ആമോദമോടു പുരികം നനുതായനക്കി, രോമോത്സവം വ്രജവിലാസിനികൾ കിയറ്റി, പ്രേമാസവം മുരളിതൻ വിളിയാലൊഴുക്കി, ശ്രീമാധവൻ മധുരമായെഴുന്നള്ളിടുന്നു. കാലിക്കിടാങ്ങളുടെ പിന്നിലൊരുണ്ണിയുണ്ടു, കാലിൽ പ്രമോദമുടു പാദസരം കിലുക്കി, മൗലിക്കു പീലി തിരുകി പുതുമന്ദഹാസപ്പാലിൽ കുളിച്ചു കുറിയിട്ടെഴുന്നള്ളിടുന്നു. ദേഹം കുഴഞ്ഞു വയറയ്ക്ക് വലിച്ചു കൊണ്ടു ഗേഹത്തിലേക്കു മകനോടി വരുന്ന കാൺകെ,
മോഹിച്ചു കയ്യിലമൃതേന്തി യശോദവേഗം സ്നേഹത്തിൽ മുങ്ങിയൊഴുകാലെ എതിർത്തിടുന്നു. മണ്ടിക്ക് തച്ചു വെയിലത്തു വിയർത്തൊലിച്ചും കൊണ്ട തളർന്ന തനുവായി മകനെത്തിടുമ്പോൾ കണ്ടിട്ടനേകയുഗമായ വിധത്തിലമ്മ തണ്ടാർ വിലോചനനെ വാരിയെടുത്തിടുന്നു. സൽക്കേളിയൊക്കെ മതിയാക്കി വലഞ്ഞു സന്ധ്യക്കാട്ടിൽ നിന്നു ഭഗവാനുടനോടിയെത്തി മൈക്കണ്ണി തന്നുടലിലേക്കു കുതിച്ചു കേറിയൊക്കത്തിരുന്നു മുലയുണ്ടു രസിച്ചിടുന്നു. ഓടിക്ക് തച്ചു വെയിൽ കൊണ്ടതിയായി വിയർത്തു വാടിത്തളർന്ന തനയന്റെ മുഖാരവിന്ദം മാടിക്കരിങ്കുഴലൊതുക്കി വലത്തു കയ്യാൽ പേടിച്ചു കൊണ്ടു തടവുന്നു യശോദ മന്ദം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 912 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ 12 സ്കന്ധം ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന 12ാമത്തെ സ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായി കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് രചിച്ച പരമാവധി എന്ന ആ കീർത്തനത്തിലെ ശ്ലോകജാലങ്ങളിലെ കുറച്ച് ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ ചൊല്ലിയത്. 71 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. ഇന്നും നാളെയും മറ്റന്നാളുമായി 3 ദിവസങ്ങളിലായി ആ ശ്ലോകമാല്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു മമതയെക്കുറിച്ച്. രാജാക്കന്മാര് ഭൂമി കീഴടക്കാൻ ചെയ്യുന്ന സാഹസങ്ങളെക്കുറിച്ച് ഭൂമിദേവി പറയുന്ന വാക്കുകളായിട്ടാണ് ശ്രീ ശുബ്രഹ്മർഷി പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് മമൈവേയം മഹീ കൃഷ്ണ നതേ മൂഢേതി വാദിന സ്പർദ്ധമാന മിഥോഘ്നന്തി മ്രിയന്തേ മൽകൃതേ നൃപാഹ. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പറയുകയാണ്, മൂഢനായിരിക്കുന്നവനെ ഈ സമസ്ത ഭൂമിയും എന്റേതാണ് നിന്റേതല്ല എന്ന് പറയുകയും ഭൂമിയെ സ്വാധീനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പരസ്പരം തല്ലുകൂടുന്നു. യുദ്ധത്തിൽ അവര് മരിച്ചു വീഴുകയും ചെയ്യുന്നു. പിന്നെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. പൃഥു പുരൂരവ ഗാധിർനഹുഷോ ഭരതോർജുന മാന്ധാത സഗരോ രാമ ഘട്വാംഗോ ധുന്ധുഹ രഘു തൃണബിന്ദുർ യയാദിശ്ച ശര്യാദി ശന്തനുർഗയ ഭഗീരഥ കുവലയാശ്വ കകുൽസ്ഥോ നൈഷധോ നൃഗ ഹിരണ്യകശിപുർ വൃത്രോ രാവണോ ലോകരാവണ നമുചി ശംബരോ ഭൗമോ ഹിരണ്യാക്ഷോധതാരക അന്യേ ച ബഹവോ ദൈത്യ രാജാനോ യേ മഹേശ്വര സർവേ സർവവിധ ശൂര സർവേ സർവജിതോജിത മമതാം മയ്യവർത്തന്ത കൃത്വോച്ചൈർമത്യധർമ്മിണ
കഥാവശേഷ കാലേന ഹ്യകൃതാർത്ഥ കൃതാ വിഭോ. ഇവിടെ കുറേ രാജാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ആണ് ഈ 5 ശ്ലോകങ്ങൾ ആരംഭിക്കുന്നത്. സർവവിധ അവരുടെ പേരുകൾ കഴിഞ്ഞ 12-13 ശ്ലോകങ്ങളിൽ പറയുന്നു, എല്ലാം അറിയുന്നവർ, ലോകരാവണ ലോകത്തെ കരയിപ്പിക്കുന്നവൻ, സർവജിത എല്ലാവരെയും ജയിക്കുന്നവൻ, അജിതാഹ അന്യരാൾ ജയിക്കപ്പെടാത്തവർ, മർത്യധർമ്മിണ മരണധർമ്മമുള്ളവർ, മയി മമതാം അവർത്തന്ത എന്നിൽ എന്റേത് എന്നുള്ളൊരു ഭാവത്തെ വെച്ചിരുന്നു. കാലേന കാലം കൊണ്ട്, അകൃതാർത്ഥാഹ കൃതാർത്ഥന്മാരല്ലാത്തവരും, കഥാവശേഷാഹ കഥ മാത്രം അവശേഷിക്കുന്നവരായി കൃത്വ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. പരീക്ഷിത് രാജാവെ ഭൂമിയെ സ്വാധീനപ്പെടുത്തിയെന്ന് അഹങ്കരിച്ച അല്ലെങ്കിൽ സ്വാധീനപ്പെടുത്താൻ ശ്രമിച്ച രാജാക്കന്മാർ, അവരുടെ അവസാന ഗതി എങ്ങനെയായിരുന്നു? ഭൂമിദേവി തന്നെ പറയുകയാണ്. ഏതൊക്കെ രാജാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞത്? പൃഥു, പുരൂരവസ്, ഗാധി, നഹുഷൻ, ഭരതൻ, കാർത്തവീര്യാർജുനൻ, മാന്ധാതാവ്, സഗരൻ, രാമൻ, ഘട്വാങ്കൻ, ധുന്ധുമാരൻ, രഘു, തൃണബിന്ദു, യയാതി, ശര്യാതി, ശന്തനു, ഗയൻ, ഭഗീരഥൻ, കുവലയാശ്വൻ, കകുൽസ്ഥൻ, നളൻ, നൃഗൻ, ഹിരണ്യകശിപു, വൃത്രൻ, രാവണോ ലോകരാവണ ലോകത്തെ കരയിപ്പിക്കുന്ന രാവണൻ, നമുചി, ശംബരൻ, നരകാസുരൻ, ഹിരണ്യാക്ഷൻ, താരകൻ. 3 ശ്ലോകങ്ങളിലായി 30 രാജാക്കന്മാരുടെ, അവരൊക്കെ തന്നെ മഹാപരാക്രമശാലികളാണ്, ശാസ്ത്രങ്ങളെല്ലാം അറിയുന്ന ആളുകളാണ്, വീരശൂരന്മാരാണ്, എല്ലാവരെയും ജയിക്കുന്നവരാണ്, ആർക്കും ജയിക്കാൻ സാധിക്കാത്തവരാണ്. അങ്ങനെ ഈ രാജാക്കന്മാർ ഇവരൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇവരെ പോലുള്ള നിരവധി രാജാക്കന്മാർ എന്നിൽ മമത വെച്ചുകൊണ്ടിരുന്നു. ആരിൽ? ഭൂമിയിൽ. ഭൂമിദേവി പറയുകയാണ്, മരിക്കുക എന്ന ധർമ്മത്തിൽ നിന്ന് വിട്ടിരിക്കുന്നവരല്ലാത്തവർ ആണ് അവരൊക്കെ, മർത്യന്മാരാണ്, മരണധർമ്മം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അകൃതാർത്ഥരായി തീർന്നു അവരൊക്കെ, കഥ മാത്രം അവശേഷിച്ചവരുമായി തീർന്നു, കഥാവിശേഷന്മാരായി മാറി എന്ന് അവിടെ പറയുന്നു. കഥ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശപരേയുഷാം വിജ്ഞാനവൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർനതു പാരമാർത്ഥ്യം. ലോകേഷു യശഃ വിതായ ലോകത്തിൽ യശസ്സിനെ വിസ്തരിച്ചിട്ട്, പരേയുഷാം മഹീയസാം ഇമാ കഥ മരിച്ചവരായ ഈ മഹാന്മാരുടെ ഈ കഥകൾ, വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിജ്ഞാനവും വൈരാഗ്യവും ആവശ്യമാണ് എന്ന് പറയാനുള്ള താല്പര്യം കൊണ്ട് തേ കഥിത പരീക്ഷത്തെ അങ്ങയോട് പറഞ്ഞു. അപ്പോ ഹേ വിഭോ വചോ വിഭൂതി വാഗ്വിലാസങ്ങൾ, എല്ലാം അറിയുന്ന സാരജ്ഞനായിരിക്കുന്ന പരീക്ഷത്തെ വാഗ്വിലാസങ്ങൾ നതു പാരമാർത്ഥ്യം പരമാർത്ഥത്തെ സംബന്ധിച്ചതല്ല എന്ന് പറയുന്നു. സാരഗ്രാഹിയായ രാജാവേ, വേണ്ടത് വേണ്ട പോലെ മനസ്സിലാക്കുന്ന പരീക്ഷത്തെ, ലോകത്തിൽ സൽകീർത്തി വ്യാപിപ്പിച്ച് പരലോകം പ്രാപിച്ചു ഈ മഹാന്മാരൊക്കെ. അവരുടെ ചരിത്രത്തെ ഞാൻ എന്തിനാണ് പറഞ്ഞത്? വിഷയസുഖങ്ങൾ നിസ്സാരമാണെന്നും അതിൽ വിരക്തി വരണമെന്നും അല്ലെങ്കിൽ വൈരാഗ്യം വരണമെന്നും അങ്ങയെ ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വക കഥകളൊക്കെ വാഗ്ഭംഗി കാണിക്കാനുള്ളതല്ല, മാത്രമല്ല പരമാർത്ഥത്തെ സംബന്ധിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് പറയാനോ ആഗ്രഹിക്കുക പോലും ചെയ്യേണ്ടതില്ല എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത്, യസ്തുത്തമ ശ്ലോക ഗുണാനുവാദ സംഗീയതേ ഭീക്ഷ്ണമംഗളഘ്ന തമേവ നിത്യം ശൃണുയാദഭീക്ഷ്ണം കൃഷ്ണേവലാം ഭക്തിമഭീപ്സമാന. ഇവിടെ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ അത് അതുപോലെ ആവാനല്ല,
അതിൻ്റെ വാഗ്ഭംഗി കാണിക്കാനും വേണ്ടിയിട്ടല്ല. ഇതൊക്കെ വിരക്തിക്ക് കാരണമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത്. എന്നിട്ട് പറയുന്നു, അമംഗളഘ്നഃ, അമംഗളത്തെ നശിപ്പിക്കുന്ന ഉത്തമ ശ്ലോക ഗുണാനുവാദ യതു, ഉത്തമ ശ്ലോകന്റെ ഗുണകഥനം ഏതാണോ, അഭീക്ഷ്ണം, എപ്പോഴും സംഗീയത്തെ, സജ്ജനങ്ങളാൽ ഗാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സജ്ജനങ്ങളാൽ ഗീയത്തെ ഇതി സംഗീയത്തെ. കൃഷ്ണേ, ആ കൃഷ്ണനിൽ അമലാം ഭക്തി അഭീപ്സമാനഃ, അമലമായ നിർമ്മലമായ ഭക്തി ആഗ്രഹിക്കുന്നവർ തം ഏവ, അതിനെ തന്നെ നിത്യം അഭീക്ഷണം, നിത്യവും ഇടവിടാതെ ശൃണുയാൽ, കേൾക്കണം. അല്ലാതെ ഈ രാജാക്കന്മാരുടെ കഥ കേൾക്കല്ല വേണ്ടത് എന്നാണ്. ജനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട സംഗതി എന്താണ് എന്ന് പറയുകയാണ്. എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്ന അമംഗളഘ്നഃ, അതിനെ യോജിച്ച യശസ്സേറുന്ന ഭഗവാന്റെ ദിവ്യമായ ചരിത്രങ്ങളെ, അതിനെ എങ്ങനെയാണ് അത് ദിവ്യമാണെന്ന് മനസ്സിലാവുക? സജ്ജനങ്ങൾ അതിനെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പരമപുരുഷാർത്ഥം സാധിപ്പിക്കാൻ സമർത്ഥമായ ശ്രീകൃഷ്ണ ഭക്തി ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ, ഒരു ജീവൻ, ആ ഭഗവാന്റെ ഉത്തമശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ ഗുണഗണങ്ങളെ അനിശം അഭീക്ഷ്ണം അനവരതം കേട്ടുകൊണ്ടേയിരിക്കണം. അതിനെ തന്നെ നിത്യവും കേൾക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു ശ്രീ ശുബ്രഹ്മർഷി. അപ്പോ പരീക്ഷത്തിനുണ്ടായ സംശയങ്ങളാണ് ഇനി നമുക്ക് കേൾക്കാൻ സാധിക്കുക 2 ശ്ലോകങ്ങളിലൂടെ. അപ്പൊ അതിന് ശ്രീ ശുബ്രഹ്മർഷി മറുപടി പറയുകയും ചെയ്യുന്നു. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ
मुरारे शरणं मे तव चरणयुगं पवनपुरेशा राधा कृष्णा शरणं मे तव चरणयुगं मीनाय് മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ.
അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.